ശരിക്കെനിക്ക് യാത്ര ചെയ്യാവുന്ന സമയമല്ല. എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് ഞാൻ റെസ്റ്റിലാണ്. പക്ഷേ എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. രാത്രി തിരിച്ചിപ്പോൾ എത്തിയില്ല. വലിയ നഷ്ടമാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച വ്യക്തിപരമായിട്ടും ചലച്ചിത്രത്തിലുള്ള ബന്ധമല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ അഗാധമാണ്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. പരിചയപ്പെട്ട കാലം മുതൽ 66 മുതൽ 58 കൊല്ലത്തെ സാഹോദര്യമാണ്. ഒരു ജയനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ. എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജയൻ. അതാണ് നമ്മുടെ ബന്ധത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സുള്ളത് വെട്ടിത്തുറന്ന് പറയുന്നവരാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് രണ്ടുപേരും. പക്ഷേ ഞങ്ങൾ 58 വർഷത്തിൽ ഒരിക്കൽ പോലും പിണങ്ങിയിട്ടില്ല. ഞങ്ങളൊന്നും ഒരിക്കലും ഒരു പരുഷവാക്ക് പറയുകയോ അങ്ങോട്ടേക്ക് പിണങ്ങുകയോ ചെയ്തിട്ടില്ല. ശരിക്കും എൻ്റെ അനിയനായിരുന്നു. എന്നേക്കാൾ 4 വയസ്സ് ഇളയതാണ് ജയൻ. എനിക്ക് 84 ജയൻ 80 എന്ത് പറയാനാണ് ഇപ്പം ഇതിനെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെക്കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ പാട്ടുകളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോൾ. പ്രത്യേകിച്ച് ആ ഡെഡ് ബോഡി പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് എനിക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല. ഒരു വലിയ ചരിത്രം അവസാനിക്കുകയാണ്. കാരണം ജയചന്ദ്രൻ്റെ പാട്ട് വ്യത്യസ്തമായിരുന്നു, വളരെ വ്യത്യസ്തമായിരുന്നു. ചില പാട്ടുകൾ ജയൻ തന്നെ പാടണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് ദക്ഷിണാമൂർത്തി സ്വാമിയോടും അർജുന മാസ്റ്ററോടും അവർ രണ്ടുപേരോടാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന സംഗീത സംവിധാനം അവരായിരുന്നു. അപ്പോൾ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും, സ്വാമി ഈ പാട്ട് ജയൻ പാടണം. അതുപോലെ ജയൻ ചില പാട്ടുകൾ അതിനകത്താ തമ്പി ആ പാട്ട് എനിക്ക് തരാത്തത്. എൻ്റെക്കാൾ ഇളയതാണ് എൻ്റെ തമ്പി വിളിക്കുന്നത്. ഇപ്പോൾ ചില പാട്ടുകൾ ഓർമ്മിച്ചെടുക്കാൻ ഇപ്പോൾ ജയചന്ദ്രൻ അങ്ങനെ വലിയ ക്ലാസിക്കൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സെമി ക്ലാസിക്കൽ പാട്ടുകൾ അതിമനോഹരമായി പാടുമായിരുന്നു. ഉദാഹരണമായിട്ട് ഇപ്പോൾ സന്ധ്യയ്ക്കെന്തൊരു സിന്ദൂരം, എൻ്റെ പാട്ടുകളാണ് പറയുന്നത്. സന്ധ്യയ്ക്കെന്തൊരു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തൊരു വൈഡൂര്യം, കാട്ടാറിലെന്തൊരു പാദസരം, എൻ കൺമണിക്കെന്തൊരു ആഭരണം, സ്വാതി തിരുനാടൻ കാമിനി, സപ്തസ്വര സുധാവാഹിനി, അത് മരുഭൂമിയിൽ മലർ വിരിയുകയോ എൻ മനസ്സിൽ സ്വപ്നം വിടരുകയോ, ആ പാട്ടാണ് ജയൻ പാടിയ എൻ്റെ ആദ്യത്തെ പാട്ട്. 1968 ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിൽ. അതാണ് എൻ്റെ രചനയിൽ ജയചന്ദ്രൻ പാടിയ ആദ്യത്തെ പാട്ട്. അതാണ് സ്വാമിയുടെ മ്യൂസിക്. പിന്നെ റെസ്റ്റ് ഹൗസ് എന്നുള്ള പടത്തിൽ യമുന യമുന ഏതുപോലെ രീതിയുടെ നീലപ്പീലി തിരുമുടിയുടെ എസ്റ്റാനിയായിട്ട് ചേർന്ന ഡിബറ്റ്, അത് കാപ്പി രാഗത്തിൽ അതിമനോഹരമായിട്ട് അർജുനൻ ഈണം പാടുന്ന പാട്ടാണ്. അത് അതിമനോഹരമായിട്ട് ജയൻ പാടിയിട്ടുണ്ട്. അത് പലപ്പോഴും സ്റ്റേജിൽ മറ്റാരെങ്കിലും പാടിയാൽ ഞാൻ പറയും, നിങ്ങൾ പാടിയത് ശരിയായില്ല, ജയൻ പാടേണ്ട 7 വന്നില്ലെന്ന് ഞാൻ പറയും. അതുപോലെ ജയൻ ഞാൻ ഓർത്തിനുള്ള ആദ്യത്തെ ഹിറ്റ്, സൂപ്പർ ഹിറ്റാണ് നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത പടത്തിൽ രാജീവനെ നീ ഉറങ്ങും, രാഘവനെ നീ ഉറങ്ങും എന്ന പാട്ട്. അതുപോലെ ഞാനും ദേവരാജ മാഷും കൂടി ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ. മലയാള ഭാഷ മാതകഭംഗി നിൻ മലമന്ദഹാസവിരി എന്ന പാട്ട്, ഹൃദയേശ്വരി നിൻ നെടുവേൽപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു എന്ന പാട്ട്, ഉത്സവ കൊടിയേറ്റക്കേളി എൻ്റെ ഉല്ലാസ ദേവാലയത്തിൽ എന്ന പാട്ട്, ചഞ്ചലം ഈയൊരു കവിത അതിൽ അഞ്ജനം അലങ്കാരമായി എന്നുള്ള പാട്ട്. അങ്ങനെ എണ്ണയെ തീരാത്ത പാട്ടുകൾ 220 പാട്ടുകൾ ഞാൻ എഴുതി 220 പാട്ടുകൾ ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്. അതിൽ പകുതിയിലധികം ഏതാണ്ട് 3/4 പങ്ക് സൂപ്പർ ഹിറ്റുകളാണ്. അതൊരു ഹിറ്റ് മേക്കറാണ്. ജയചന്ദ്രൻ പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കുറവാണ്. അതെന്തോ നമ്മുടെ ശ്രോതാക്കൾക്ക് ജയനുമായിട്ടൊരു മാനസികമായ വലിയ അടുപ്പമുണ്ടായിരുന്നു. ജയൻ പാടുന്ന പാട്ടുകൾ ഹിറ്റാകുമായിരുന്നു. അത്ര ആത്മാർത്ഥമാണ് ജയൻ പാടുന്നത്. ജയൻ്റെ സ്വഭാവത്തിന് സവിശേഷത എന്ന് ഞാൻ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല.
ചിത്രത്തിൽ യേശുദാസ് പാടിയ സ്വർഗപുത്രി നവരാത്രി എന്നിവരല്ലേ. അതായത് അപ്പോൾ അതേ രാഗത്തുള്ള മറ്റൊരു ഗായകൻ്റെ പാട്ടിനെ കുറിച്ച് പറയുകയും ആ പാട്ട് പാടുകയും, അത് യേശുവിനെ സ്നേഹിച്ച സംഗീതത്തെയാണ്, സ്വന്തം പാട്ടുകളെയല്ല. അതുപോലെ ഹിന്ദി